ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും AI എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ആം, ഒക്ടോബർ 17 ദിവസവും ട്യൂൺ ചെയ്യുക. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈശ്വരച്ഛ എന്തെന്ന് കണ്ടറിഞ്ഞ് അത് നടപ്പിലാക്കേണ്ടതിലേക്കാണ് ദിവസങ്ങൾ ഓരോന്നും. ആൽക്കോളിക്സ് അനോണിമസ് പേജ് 84. ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി, അതായത് ഡെയിലി റിഫ്ലക്ഷൻ 1990 ജൂലൈയിലാണ് നമ്മുടെ ഏയുടെ 55ാമത് ജനറൽ കോൺഫറൻസിൽ വെച്ചാണ് ഡെയിലി റിഫ്ലക്ഷൻ പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് 48,000 പ്രതിനിധികൾ ആ കോൺഫറൻസിൽ പങ്കെടുത്തു. എന്താണ് ഡെയിലി റിഫ്ലക്ഷൻ? ഡെയിലി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഡെയിലി റിഫ്ലക്ഷൻ്റെ ആദ്യത്തെ ഭാഗം ആൽക്കോളിക്സ് അനോണിമസ്, അല്ലെങ്കിൽ കംസ് ഓഫ് ഏജ്, 12 ഡോക്ടർ ബോബ് ആൻഡ് ഗുഡ് ടൈമേഴ്സ് തുടങ്ങി സാഹിത്യ ആസ്ബിൽ സീറ്റ് തുടങ്ങിയ സാഹിത്യങ്ങളിൽ നിന്ന് എടുക്കുന്ന ഭാഗവും, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഓരോ അംഗങ്ങളും ആദ്യത്തെ ഭാഗത്തിനെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എങ്ങനെ അവരത് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. ഏതായാലും നമ്മളിന്ന് ട്യൂൺ ചെയ്യുക, ദിവസവും ട്യൂൺ ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. എന്താണ് ദിവസവും ട്യൂൺ ചെയ്യുക? നമുക്കറിയാം, നമ്മുടെ റേഡിയോയിലൊക്കെ നമ്മുടെ റേഡിയോ സ്റ്റേഷൻ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്താലാണ് അതിൻ്റെ ശബ്ദം കറക്റ്റായിട്ട് നമുക്ക് കേൾക്കാനും ഇതൊക്കെ സാധിക്കുള്ളൂ. അതിലുപരിയായിട്ട് ഇതൊരു ജീവിതത്തിൻ്റെ ട്യൂണിങ് ആയതുകൊണ്ട് ഇച്ചിരിയും കൂടി വലിയ മെഷീനിലേക്ക് പോകേണ്ടി വരും. റേഡിയോയിൽ കിട്ടുന്ന അവർ ചെറിയ കൈകൊണ്ട് കാണിക്കുന്ന ട്യൂണിങ് അല്ലാതെ ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ ഹീറ്റിംഗ് സിസ്റ്റത്തിനും അല്ലെങ്കിൽ വാട്ടർ സിസ്റ്റത്തിനൊക്കെ വലിയ മെഷീൻ, ഫർണസ് അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ എന്നൊക്കെ പറഞ്ഞ് വലിയ മെഷീൻസ് ഇരിപ്പുണ്ട്. അത് നമ്മൾ വർഷത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നമ്മൾ ഒരാളെ വിളിച്ച് ട്യൂൺ ചെയ്ത് വെക്കണം. എങ്കിലാണ് അത് കറക്റ്റായിട്ട് ഹീറ്റിങ്ങും ചൂടുള്ള വെള്ളവും വീട്ടിൽ കറക്റ്റായിട്ട് സന്തുലിതാവസ്ഥയിൽ നിർത്താൻ സഹായിക്കുന്നുള്ളൂ. അത് കറക്റ്റായിട്ട് ഒരുപാട് കൂടാനും പറ്റില്ല, ചൂട് കുറയാനും പറ്റില്ല, ആ ഒരു അവസ്ഥയിൽ നിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ കുറേ ടൂൾസ് കൊണ്ടുവരുന്നുണ്ട്, ഒത്തിരി ടൂൾസ് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഈ സാധനം തിരിക്കാനും പിടിക്കാനും അതഴിക്കാനും വയ്ക്കാനായിട്ടുള്ള ഇതുപോലെ തന്നെയാണ് ആൽക്കോളിക്സ് അനോണിമസിൻ്റെ ഓരോ ടൂൾസുകൾ. അത് ഇപ്പോൾ എല്ലാ ടൂൾസുകളും കൊണ്ടുവന്ന് വെച്ചിട്ട് അയാൾ എല്ലാ ടൂൾസുകളും എടുക്കുന്നില്ല, ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നു, ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെയാണ് ആൽക്കോളിക്സ് അനോണിമസിൻ്റെ ഓരോ ടൂളുകളുടെയും. ഏറ്റവും റിക്കവറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളിൽ പറയുന്ന ഒരു കാര്യം 3 ടൂളുകളാണ്. അതാണ് സത്യസന്ധത, തുറന്ന ഹൃദയം, ആഗ്രഹം. അതായത് ഹോണസ്റ്റ്, ഓപ്പൺ മൈൻഡ്നെസ്, വില്ലിങ്നെസ്. അതായത് നമുക്ക് സത്യസന്ധമായ ഒരു ആഗ്രഹവും പരിപാടി ചെയ്യണമെന്ന് തുറന്നൊരു ഹൃദയവും ആഗ്രഹവും ഉണ്ട്. സത്യസന്ധത ഉണ്ടാവണം, തുറന്ന ഹൃദയം ഉണ്ടാവണം, ആഗ്രഹം ഉണ്ടാവണം. എങ്കിലാണ് ആ റിക്കവറിയുടെ പ്രോസസ്സിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നീട് പറയുന്ന കുറേ ടൂൾസുകളെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് 1 day at a time. അതായത് നമ്മൾ ഒരു ദിവസത്തേക്ക് കുടി നിർത്തുന്നു, അതുപോലെ തന്നെ ഒരു ദിവസത്തേക്ക് ദേഷ്യപ്പെടാതിരിക്കുന്നു, ഒരു ദിവസത്തേക്ക് അസൂയയില്ലാതിരിക്കുന്നു, ഒരു ദിവസത്തേക്ക് എല്ലാ വൈകല്യങ്ങളെയും നമ്മൾ മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ദുരിതപൂർണ്ണമായ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ജീവിതത്തിൽ ഇറ്റ് ഷാൽ ടു പാസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ദിവസത്തേക്ക് മാത്രം അതിനെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് മീറ്റിംഗ് അല്ലെങ്കിൽ ഗ്രൂപ്പ്. അതായത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തത് നമ്മൾക്ക് ഒന്നിച്ച് ചെയ്യാം. വി ക്യാൻ ഡു നെവർ ഡു എലോൺ. അതായത് നമ്മൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ തനിയെ ചെയ്യാൻ സാധിക്കാത്തത് നമ്മൾക്ക് ഒന്നിച്ച് നിന്ന് സാധിക്കുന്ന മീറ്റിങ്ങുകൾ. ആ മീറ്റിങ്ങിൽ നമ്മളറിയാം, നമുക്ക് അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രവർത്തിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുന്നു. അടുത്തതാണ് സ്പോൺസർ. ഈ മീറ്റിങ്ങിൽ നമ്മൾ തുടർച്ചയായി പോകുന്നുണ്ട്, മീറ്റിംഗ് ടു മീറ്റിങ്ങിലേക്ക് നമ്മൾ ഓടി പോകുന്നു. പക്ഷെ നമുക്കൊരു സ്പോൺസർ ഉണ്ടാവണം. ആരാണ് സ്പോൺസർ? സ്പോൺസർ എന്ന് പറയുന്നത് നമ്മളെക്കാൾ കുറച്ചധിക കാലം മുമ്പ് നമ്മൾ മദ്യപാനം നിർത്തുകയും ആൽക്കോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സ്പോൺസറാക്കുക. മറ്റു പലരെയും സ്പോൺസറാക്കുന്നവരുണ്ട്. സാധാരണ രീതിയിൽ അതായിരിക്കും കൂടുതൽ അഭികാമ്യം. എൻ്റെ ഒരു അഭിപ്രായമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അതാണ് ചെയ്തത്. കാരണം നമ്മളുടെ ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്കാണ്. അവരെ ഉപയോഗിക്കുക, അവരെ എല്ലാ ദിവസവും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ, അതായത് അവരോടൊപ്പം ഇരുന്ന് 12 ബിഗ് ബുക്കോ അല്ലെങ്കിൽ ഹൈസൽഡിൻ്റെ മറ്റേ 12 12 പടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബുക്കുകളോ എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ അവർ ചെയ്ത രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നു. അത് സ്പോൺസറെ തുടർച്ചയായി വിളിക്കുന്നു. അടുത്തൊരു ടൂളാണ് ടെലിഫോൺ.
ടെലിഫോൺ പല സമയത്തും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ തുടക്കകാലങ്ങളിലെല്ലാം എന്താ ടെലിഫോൺ ഈസ് അവർ ലൈഫ് ലൈൻ എന്ന് പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു ലൈഫ് ലൈനാണ്. നമ്മൾ ചിലപ്പോൾ ഞാൻ കോടീശ്വരം പ്രോഗ്രാമിലൊക്കെ ലൈഫ് ലൈൻ വിളിക്കാറുണ്ട്. ലൈഫ് ലൈൻ ഒരു ടെലിഫോണിലേക്കാണ് വിളിക്കുക. അതുപോലെ ഒരു ലൈഫ് ലൈനാണ്. നമ്മൾ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു ടെലിഫോൺ വിളിക്കുന്നു. എത്രമാത്രം ടെലിഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ടോ അത്രമാത്രം നമ്മൾ ഈ കാര്യത്തിൽ ഇൻഷുറൻസ് കിട്ടും നമുക്ക്. ഏത് കാര്യത്തിൽ? കുടിയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ദേഷ്യപ്പെടുന്ന കാര്യത്തിൽ, നമ്മൾ സത്യസന്ധതയില്ലാതെ പെരുമാറുന്ന കാര്യത്തിൽ, നമുക്ക് എല്ലാ സ്വഭാവം, ഞാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനേ സമയമുള്ളൂ. അപ്പോൾ ആ സ്വഭാവങ്ങളിലെല്ലാം നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ടെലിഫോണിക് കോൺവെർസേഷനിലൂടെ സാധിക്കും. അപ്പോൾ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മൾ ആർക്കും പണം കൊടുത്തല്ല പഴമക്കാരെ വിളിക്കുന്നതോ പുതുമക്കാരെ വിളിക്കുന്നതൊന്നും പണം കൊടുത്തല്ല. അപ്പോൾ ഈ ടെലിഫോണിക് ഇപ്പോൾ ഈ പുതുമക്കാരനെ വിളിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ അവനോട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയി കുടിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ അവനോട് സത്യസന്ധമായിട്ട് പെരുമാറണം എന്ന് പറയുമ്പോൾ നമ്മൾ പോയി ഇതൊരു മാജിക്കാണ്, ഇതൊരു അങ്ങനെയാണ് ഈ ആക്ഷൻ പ്രവർത്തിക്കുക. പിന്നെ അടുത്ത ഒരു ഞാൻ പറഞ്ഞു, ഈ ടെലിഫോണിക് കോൺവെർസേഷനാണ് കൂടുതലും ആൽക്കോളിക്സ് അനോണിമസിലെ ആദ്യ കാലഘട്ടത്തിലെ AA മെമ്പേഴ്സിനും ഇപ്പോഴും. ഇപ്പോൾ ഞാൻ 11 വർഷം 2 മാസമായെങ്കിലും ഞാനിപ്പോഴും ഡെയിലി എല്ലാവരെയും വിളിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം അതാണ് നമുക്ക് മോർ ഇൻഷുറൻസ് തരുന്നത്. അടുത്തതാണ് സാഹിത്യം. സാഹിത്യങ്ങളിൽ നിന്നുള്ള വായന. സാഹിത്യങ്ങളുടെ വായന നമുക്ക് വളരെ മസ്റ്റാണ്. കാരണം ബേസിക് ടെസ്റ്റായിട്ടുള്ള ആൽക്കോളിക്സ് അനോണിമസ് ഉൾപ്പെടെ 12 പിന്നെ സുബോധ ജീവിതത്തിലൊക്കെ പറയുന്ന 10-24 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം ഉപയോഗിക്കാൻ പറ്റി. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ ഓരോ സ്ലോഗൻസ്, തിങ്ക് അല്ലെങ്കിൽ ഇറ്റ് ഷാൽ ടു പാസ് എന്നൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങൾ അതിനകത്ത് സുബോധ ജീവിതത്തിൽ പറയുന്നുണ്ട്. അത് തീർച്ചയായും ഞാൻ വായിച്ചിരിക്കേണ്ടതാണ്. പിന്നെ അടുത്ത ടൂളാണ് സേവനം. ഈ സേവനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സേവനം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ വളരും. ഞാൻ എൻ്റെ പ്രോഗ്രാം കൂടുതൽ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ആൽക്കോളിക്സ് അനോണിമസിൽ വന്നു, ഞാൻ UK-ലെത്തി. ആദ്യ 1-2-3 മാസം കഴിഞ്ഞ് ഞാനൊരു 6 മാസക്കാരനായപ്പോൾ എന്നെ അവിടെ ഗ്രൂപ്പിലെ സെക്രട്ടറി ആക്കി. അവരെന്നോട് നേരത്തെ വരണമെന്ന് പറഞ്ഞാൽ മീറ്റിംഗ് റൂം തുറക്കാനായിട്ട് വരുന്നത്. ഞാൻ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങി, ഞാൻ അവിടെ ബിസ്ക്കറ്റുകൾ എടുത്ത് വയ്ക്കാൻ തുടങ്ങി, അവിടുത്തെ ഒരു ഭാഗമാകാൻ തുടങ്ങി. അതൊക്കെ എന്നെ പ്രോഗ്രാമിൽ വളർത്താൻ സഹായിച്ച ഒരു ഘടകമാണ്. പിന്നെ അവിടുത്തെ ചെയറുകൾ അറേഞ്ച് ചെയ്തിടുക. ഇപ്പോൾ നാട്ടിലൊക്കെ തന്നെയാണെങ്കിലും ബാനറുകൾ നേരത്തെ പാമ്പരും പടികളൊക്കെ നേരത്തെ പോയി തൂക്കുക, അവിടെ മുറി അടിച്ച് വൃത്തിയാക്കുക, ചായക്ക് ഓർഡർ ചെയ്യുക, അടുത്ത ഒരു AA മെമ്പറെ വിളിച്ചുകൊണ്ട് വരിക, തിരിച്ചു കൊണ്ടാക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുന്നത് കേൾക്കുക, മുഴുവൻ സമയം മീറ്റിങ്ങിൽ ഇരിക്കാൻ ശ്രമിക്കുക, ഇടയ്ക്ക് പോയി ഞാൻ അത് മേടിക്കാനുണ്ട് ഇത് മേടിക്കാനുണ്ട് പോകാതിരിക്കുക തുടങ്ങിയ മിനിമം കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് അപ്പോഴാണ് സ്പോൺസർ ആവുക. മറ്റുള്ള ഒരാൾക്ക് സ്പോൺസർ ആവുക എന്നുള്ളത് വലിയ ഈ പ്രോഗ്രാം ചെയ്ത ഒരാൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് സ്പോൺസർ ആവുക. ഇതൊക്കെ സർവീസിൽ വരുന്ന ഒരു കാര്യമാണ്. അത് പറയുന്നുണ്ട്, ഇതാണ് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അതാണ് നമ്മുടെ പ്രോഗ്രാം. പിന്നെ ഒരു ടൂളാണ് അനോണിമിറ്റി. നമ്മളിപ്പോൾ അവസാനമൊക്കെ ഇവിടെയൊക്കെ വായിക്കാറുണ്ട്, വെൻ യു സീ ഹിയർ വാട്ട് യു ഹിയർ ഹിയർ, വെൻ യു ലീവ് ഹിയർ ലെറ്റ് ഇറ്റ് സ്റ്റേ ഹിയർ. എന്തൊക്കെ നമ്മളിവിടെ കാണുന്നോ എന്തൊക്കെ കേൾക്കുന്നോ അതിവിടെ വെച്ചിട്ട് പോകണമെന്ന് പറയാനുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ഭാഗത്തേക്ക് വരികയാണ്. തുറന്ന ഹൃദയത്തോടും തികഞ്ഞ സത്യസന്ധതയോടും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഈ ട്യൂണിങ് എളുപ്പമാകും. നമുക്ക് എന്ന് ഞാനിവിടെ പറയുന്നത് എന്നെക്കുറിച്ചാണ്. ബോബ് പറഞ്ഞ അവസാന വാക്ക് ട്രസ്റ്റ് ഗോഡ്, ക്ലീൻ ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുക, എൻ്റെ ജീവിതത്തിലെ ദൈനംദിനമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഈ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഈ ട്യൂണിങ് മുന്നോട്ട് പോകാൻ പറ്റും. സുബോധാവസ്ഥയെ ഒരു ദിവസത്തേക്ക് നിലനിർത്താനും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം വയ്ക്കാനും ഈ ട്യൂണിങ്ങിലൂടെ സാധിക്കും. ഒരു ഡ്രൈ ഡ്രിങ്കറെ പോലെ ജീവിക്കാതെ യഥാർത്ഥത്തിൽ ഒരു AA മെമ്പറെ പോലെ ജീവിക്കാനും എനിക്ക് സാധിക്കുന്നത് ആൽക്കോളിക്സിനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ പറയും, പലരൊക്കെ പറയുന്നുണ്ട് 12 പടി ചെയ്തു കഴിഞ്ഞു, 12 പടി ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തു. അതുകൊണ്ട് കാര്യമില്ല. എല്ലാ ദിവസവും ഈ 12 പടി നമ്മുടെ ജീവിതം, 1 പടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാം. അത് തിരിച്ചറിയാനും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനും ഞാൻ ശ്രമിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.